ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ഒരു അടിപൊളി സോപ്പ് ഡിസ്പെൻസറാണ്. അപ്പോൾ ഇതാണ് സോപ്പ് ഡിസ്പെൻസർ. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഹാൻഡ് വാഷ് ഊരുകയും ചെയ്യാം, അതേപോലെ തന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ എടുത്ത് ഇതേപോലെ വെക്കുകയും ചെയ്യാം. ഇത് അടിപൊളി സിമ്പിളായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. ഇതൊരു ആർഡിനോ പ്രോജക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ സെർവോ ഒക്കെ ഞാൻ പൂരി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതിപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്കിത് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ആർഡിനോ നാനോ ബോർഡ് വേണം. പിന്നെ അതേപോലെ തന്നെ ഒരു IR സെൻസർ വേണം. പിന്നെ ഒരു സെർവോ മോട്ടർ വേണം. അപ്പോൾ ഈ സെർവോ മോട്ടർ ആകുമ്പോൾ നമുക്ക് വേണ്ട ഡയറക്ഷനിൽ ഇത് തിരിക്കാൻ പറ്റും. നമുക്ക് വേണ്ട ഡിഗ്രിയിൽ അത് റൊട്ടേഷൻ വെക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ 2 ബാറ്ററി, ആ 2 ബാറ്ററി ഇടാൻ വേണ്ടിയുള്ള ഒരു കേസ് എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് ജമ്പർ വയർ. ഇത്രയും സാധനങ്ങളാണ് ഇത് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. പിന്നെ അടുത്തായിട്ട് നമുക്ക് നമ്മുടെ ആർഡിനോ നാനോ ബോർഡിൽ പ്രോഗ്രാം അപ്ലോഡ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ആർഡിനോയുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. അപ്പോൾ ഞാനിപ്പോൾ ആ കോഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്ത് വെച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് കമ്പൈൽ ചെയ്യണം. കമ്പൈൽ ചെയ്യാൻ വേണ്ടി അപ്പോൾ മേലേത്ത ഫ്ലാഷ് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കമ്പൈലേഷൻ സ്റ്റാർട്ടഡ് എന്ന് വരും. അപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഫിനിഷായി. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് അപ്ലോഡ് കയറ്റണം നമുക്ക്. അപ്പോൾ അതിനായിട്ട് ആർഡിനോ നാനോ ബോർഡ്, അതിൻ്റെ കേബിളും അതേപോലെ തന്നെ OTG കേബിളും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കണക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഡൗൺലോഡിൻ്റെ ആ ചിഹ്നം കൊടുക്കുക. അപ്പോൾ നമുക്ക് സ്കെച്ച് അപ്ലോഡിൽ നിന്ന് കാണിക്കും. സെർവോ മോട്ടറിൽ 3 ആയിട്ടുണ്ട്. ഒന്ന് ബ്ലാക്കും ഒന്ന് റെഡും, ഒന്ന് യെല്ലോ ഒരു കളറുള്ള. അപ്പോൾ അത് യെല്ലോ കളറുള്ളത് സെറ്റിങ്ങും റെഡ് നെഗറ്റീവും മറ്റേത് പോസിറ്റീവുമാണ് വരുന്നത്. ഇപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യേണ്ട രീതിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു പിന്നാണ്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് മെയിൽ ടു ഫീമെയിൽ ജമ്പർ വയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വയറിന് ലെങ്ത്തും കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് കണക്ട് ചെയ്യാനും കുറച്ച് സുഖമായിരിക്കും. ഇനി അടുത്തായിട്ട് നമ്മൾ IR സെൻസർ എടുത്തിട്ടുണ്ട്. IR സെൻസറിൽ 3 കണക്ഷൻസാണ് വരുന്നത്. ഒന്ന് ഔട്ട്, അതേപോലെ തന്നെ ഗ്രൗണ്ട്, VCC. അപ്പോൾ നമുക്ക് ഇതിലൊക്കെ ഒന്ന് ഒരു ജമ്പർ വയർ എടുത്ത് കണക്ട് ചെയ്യാം. അപ്പോൾ 3 എണ്ണത്തിൽ 3 ജമ്പർ വയർ വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് നമ്മുടെ ആർഡിനോ നാനോ ബോർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ IR സെൻസറിൻ്റെ ഔട്ട് പിൻ ഉണ്ടാവും. അപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഔട്ട് എടുത്തിട്ട് നേരെ D7ലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ഔട്ട് കൊടുത്തിരിക്കുന്നത് ഒരു എല്ലാ കളർ പിന്നാണ്. അപ്പോൾ അത് D7ലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കി നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അതിൽ നോക്കി ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ IR സെൻസറിൻ്റെ VCC പിൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ VCC ഞാൻ ഒരു ഓറഞ്ച് കളറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതെടുത്തിട്ട് നേരെ 5 വോൾട്ട് പിന്നിലേക്കും കണക്ട് ചെയ്യുക. ആർഡിനോ നാനോൻ്റെ 5 വോൾട്ടിലേക്ക്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ സെർവോ മോട്ടർ നോക്കാം. ഇപ്പോൾ സെർവോ മോട്ടറിൽ അതേപോലെ തന്നെ 3 കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ സെറ്റ് പിൻ എടുക്കുക. നമുക്കിപ്പോൾ IR സെൻസറിൽ ഒരു കണക്ഷനേ ബാക്കിയുള്ളൂ. ഇനി സെർവോ മോട്ടറിൻ്റെ സെറ്റ് പിൻ എടുക്കുക. അപ്പോൾ അതിൽ യെല്ലോ കളർ പിന്നുണ്ടാവും. അപ്പോൾ അതെടുത്തിട്ട് നേരെ നമുക്ക് D6ലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ D6ലേക്ക് ആർഡിനോ നാനോൻ്റെ D6ലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് നമ്മുടെ സെർവോ മോട്ടറിൽ 2ഉം അതേപോലെ തന്നെ IR സെൻസറിൽ ഒരു കണക്ഷനുമാണുള്ളത്. അപ്പോൾ സെർവോ മോട്ടറിൻ്റെ പോസിറ്റീവ് ഭാഗം എടുക്കുക ആദ്യം. അപ്പോൾ ആ ബ്രൗൺ കളർ വയർ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഗ്രീനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഗ്രീനാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ IR സെൻസറിൻ്റെ ഗ്രൗണ്ടും എടുക്കുക. എന്നിട്ട് നമ്മുടെ ബാറ്ററിത്തെ ബ്ലാക്ക് വയർ എടുക്കുക. അപ്പോൾ ബാറ്ററിത്തെ പോസിറ്റീവ് ഭാഗം എടുക്കുക. എന്നിട്ട് ഇതൊക്കെ കൂടി ഒരു ജമ്പർ വയറിലേക്ക് കണക്ട് ചെയ്ത് സിംഗിളാക്കി എടുക്കുക.
അപ്പോൾ ഞാൻ സർക്യൂട്ട് ഡയഗ്രാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അപ്പോൾ വേണമെന്നുള്ളവർക്ക് അത് ഡൗൺലോഡ് ചെയ്യാം. ഇതേപോലെ എല്ലാം ഒരുമിച്ച് കണക്ട് ചെയ്യുക. ഇപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിംഗിളായിട്ട് ഒരു ജമ്പർ വയർ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ജമ്പർ വയർ നമുക്ക് നമ്മുടെ ആർഡിനോ നാനോ ബോർഡിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി അതേപോലെ തന്നെ നമ്മുടെ സെർവോ മോട്ടറിൻ്റെ റെഡ് പിൻ എടുക്കുക, റെഡ് കളർ വയർ ഉണ്ടാകും, അപ്പോൾ നെഗറ്റീവ് ഭാഗം, അപ്പോൾ അതെടുക്കുക. അതും അതേപോലെ തന്നെ ബാറ്ററിത്തെ നെഗറ്റീവ് എടുക്കുക. എന്നിട്ട് ഇത് രണ്ടും ഒന്നാക്കിയിട്ട് നേരത്തെ പോലെ തന്നെ ഒരു ജമ്പർ വയറിലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ അതൊരു സിംഗിളായിട്ടൊരു ജമ്പർ വയറായി സിംഗിളായിട്ടൊരു വയറായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഒട്ടിച്ച് വെക്കാം, അല്ലെങ്കിൽ സോൾഡർ ചെയ്ത് വെക്കാം. അപ്പോൾ വയറൊന്ന് ഷോർട്ട് ആവേണ്ട നോക്കുക. പിന്നെ നമുക്ക് ബാക്കി 2 വയറുണ്ടാവും. വലുത്തെ നെഗറ്റീവ് ഭാഗം എടുത്തിട്ട് വിന്നിലേക്കും പോസിറ്റീവ് ഭാഗം എടുത്തിട്ട് ഗ്രൗണ്ടിലേക്കും കണക്ട് ചെയ്യുക ആർഡിനോ നാനോ ബോർഡിൻ്റെ. നമ്മുടെ കണക്ഷൻസ് ഒക്കെ കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് നമുക്ക് ബാറ്ററി കേസിൽ ബാറ്ററി ഇട്ടാൽ മാത്രം മതി. അപ്പോൾ വേണമെങ്കിൽ ഇതിന് കട്ട് ഓഫ് ആയിട്ട് ഒരു സ്വിച്ചൊക്കെ കൊടുക്കാം. അപ്പോൾ ഞാൻ സ്വിച്ചൊന്നും വെച്ചിട്ടില്ല. കണക്ഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കേസിൽ ബാറ്ററി ഇട്ടിട്ടുണ്ട്. അപ്പോൾ IR സെൻസർ കത്തുന്നതാണ്. അതേപോലെ തന്നെ ആർഡിനോ നാനോയിൽ ഒരു ഇൻഡിക്കേഷൻ കാണിക്കുന്നു. അപ്പോൾ നമ്മുടെ IR സെൻസറിൻ്റെ മുന്നിൽ കൈവെക്കുമ്പോൾ കാണാം കറക്റ്റ് നമ്മുടെ സെർവോ മോട്ടർ കറങ്ങുന്നത്. അപ്പം നമുക്ക് സെർവോ മോട്ടറിൽ കുറച്ചും കൂടി കറങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കോഡിൽ മാറ്റാൻ പറ്റുന്നതാണ്. ഇപ്പോൾ വർക്കാവുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് ഞാനിപ്പോൾ ഒരു പെട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാർബോർഡിൻ്റെ ഒരു പെട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പെട്ടി നമ്മളെ ചെരുപ്പൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു പെട്ടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പെട്ടി ഞാനിപ്പോൾ ചെറുതാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഹാൻഡ് വാഷിൻ്റെ ഭാഗത്തിനായിട്ട് ചെറുതാക്കി എടുത്തിട്ടുണ്ട്. ഒരു ഹാൻഡ് വാഷ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അളവ് നോക്കിയാണ് വെക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ ഒരു കമ്പി വളച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് വളച്ചെടുത്താൽ മതി. അപ്പം എന്നിട്ട് നമ്മുടെ കാർബോർഡിൽ 2 ഹോൾസ് ഇടണം. അപ്പോൾ നമുക്ക് ഇതേപോലെ കയറ്റി വെക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഹാൻഡ് വാഷ് താഴെ പ്രസ് ചെയ്യുമ്പോൾ അവിടെ വരുന്ന അളവ് നോക്കി വെക്കുക. എന്നിട്ട് ഇതേപോലെ നമ്മളെ കമ്പി ഒരു ഹോൾസ് ഇട്ട് ഒന്ന് കയറ്റി കൊടുക്കുക. പിന്നെ നമ്മുടെ ഹാൻഡ് വാഷൊക്കെ അവിടെ കറക്റ്റാണോ എന്ന് നോക്കുക. പിന്നെ അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ സെർവോ മോട്ടർ ഒന്ന് കണക്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഹൈറ്റ് കിട്ടാൻ വേണ്ടി ഒരു കഷ്ണം കാർബോർഡിൻ്റെ ഷീറ്റ് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ കട്ടിക്ക് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സെർവോ മോട്ടർ അവിടെ ഒന്ന് വെക്കുക. എന്നിട്ട് നമ്മുടെ ഹാൻഡ് വാഷ് അവിടെ ട്രിഗർ ആവാൻ രീതിയിൽ കറക്റ്റായിട്ടൊന്ന് വെച്ച് നോക്കുക. അപ്പോൾ അത് നല്ലോണം ടൈറ്റായി നിൽക്കണം. അപ്പോൾ നമ്മൾ ഒട്ടിച്ച് വെക്കുമ്പോൾ കറക്റ്റായി നിൽക്കുന്നതായിരിക്കില്ല. അതുകൊണ്ട് ഒരു കമ്പി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കമ്പി നടുക്കിൽ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് നല്ലോണം കെട്ടി വെക്കാം. അപ്പോൾ സെർവോ മോട്ടർ കറങ്ങുമ്പോൾ കുറച്ചും കൂടി നല്ലോണം നിൽക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കുറച്ച് വലിയ സെർവോ യൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇത് പ്ലാസ്റ്റിക് ഗിയറാണ് വരിക. അപ്പോൾ മറ്റേതിൽ ഗിയർ മാറും. അപ്പോൾ അത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലോണം വരും. അപ്പോൾ ഇതെന്ന് വെച്ചാൽ പവർ ലേശം കൂടി കുറവായിരിക്കും വരുന്നത്. ഉണ്ടാവും, എന്നാലും അത് ട്രിഗർ വലിക്കാൻ പാകത്തിന് അത് ലേശം കുറവായിരിക്കും. പിന്നെ നമുക്ക് അതവിടെ സെർവോ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ IR സെൻസറൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബാറ്ററിയും ആർഡിനോ നാനോ ഒക്കെ ബാക്കിലായിട്ട് സെറ്റ് ചെയ്യും. അപ്പോൾ ബാക്കിൽ ഇതേപോലെ ഒന്ന് എല്ലാ സാധനവും ബാക്കിലേക്ക് എടുക്കുക. ഇപ്പം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ IR സെൻസറിൻ്റെ ആ സെൻസർ രണ്ടും വളച്ച് വെച്ചിട്ടുണ്ട് താഴേക്കാവുന്ന രീതിയിൽ. എന്നിട്ട് നമുക്ക് നമ്മുടെ ഗം വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം മേലെയായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പം ഞാൻ കൈ കാട്ടുമ്പോൾ കറക്റ്റ് ആ ട്രിഗർ താഴുന്നത് കാണാം. അപ്പോൾ കൈ എടുക്കുമ്പോൾ ആ പൊസിഷനിൽ തന്നെ തിരിച്ച് വരുന്നതായിരിക്കും. നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെർവോ മോട്ടറിന് ഒരു കമ്പി എടുത്തിട്ട് വളച്ച് മേലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം എനിക്ക് കാണാം ഞാൻ കൈ വെക്കുമ്പോൾ ആ സെർവോ താഴുമ്പോൾ ആ ട്രിഗർ മൂവ് ആവുന്നത് കാണാം. ആ കമ്പി കറക്റ്റ് താഴേക്കാവുന്നത് കാണാം. അപ്പോൾ ഞാൻ കൈ എടുക്കുമ്പോൾ തിരിച്ച് ആ പൊസിഷനിൽ തന്നെ വരുന്നതായിരിക്കും. അപ്പം നമുക്കിനി ഹാൻഡ് വാഷ് വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഹാൻഡ് വാഷിൻ്റെ താഴെ ഡബിൾ സൈഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നിൽക്കാൻ വേണ്ടിയാണ് കറക്റ്റായിട്ട്.
അപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ബാറ്ററി ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എനിക്ക് കാണാം, ഞാൻ കൈ കാട്ടുമ്പോൾ കറക്റ്റായി തന്നെ ഹാൻഡ് വാഷ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാം കൈ കാട്ടുമ്പോൾ കറക്റ്റായി നമ്മുടെ ഹാൻഡ് വാഷ് വരുന്നത്. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ വെക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹാൻഡ് വാഷ് വെക്കുകയും ചെയ്യാം. അപ്പോൾ വേറെ ഹാൻഡ് വാഷ് വെച്ചുകൊണ്ടിരിക്കാം. മറ്റേത് നമുക്ക് ഹാൻഡ് വാഷിൽ തന്നെ മോട്ടറൊക്കെ സെറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഞാൻ വെച്ചിട്ടില്ല. അപ്പം നല്ലോണം വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷനിലിട്ട് ഞാനിടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ സ്കൂളൊക്കെ തുറന്നു തുടങ്ങി, അതുകൊണ്ട് തന്നെ വീഡിയോ ഒക്കെ കുറയുന്നതായിരിക്കും. അപ്പോൾ ഇനി വീഡിയോ ഒന്നും ഇടൂല, അപ്പോൾ കുറയും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവരൊന്നും ആരും പോകണ്ട, ഞാൻ എന്തായാലും വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് വഴുകും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ്.